മലയാളിയുടെ കുടി ചരിത്രത്തിലേക്ക്. അത്തം മുതൽ തിരുവോണം വരെ മലയാളി കുടിച്ചു തീർത്ത മദ്യത്തിന്റെ കണക്ക് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബെവ്കോയുടെ കണക്ക് മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ബാറിലെയോ കള്ളുഷാപ്പിലെയോ തിരുവോണം ദിവസം തുറന്നു പ്രവർത്തിച്ച കൺസ്യൂമർ ഫെഡ് മദ്യശാലകളിലെയോ കണക്കുകൾ ഇല്ല. ബെവ്കോയിൽ മാത്രം 10 ദിവസത്തിനകം മലയാളി കുടിച്ചത് 771.9 കോടി രൂപയുടെ മദ്യമാണ്. ചരിത്രമാണ് ഈ ഒരു കണക്ക്. കഴിഞ്ഞ വർഷം 644.56 കോടി രൂപയുടെ മദ്യമാണ് മലയാളി കുടിച്ചതെങ്കിൽ ഇത്തവണ 77 കോടി രൂപയുടെ വർധനവ് ഉണ്ടായിരിക്കുന്നു. കഴിഞ്ഞ വർഷത്തേക്കാൾ ഒന്നും രണ്ടുമല്ല 77 കോടി രൂപയുടെ വർധനയാണ് ബെവ്കോയിൽ മാത്രം നടന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കൺസ്യൂമർ ഫെഡിന്റെ കണക്കില്ല, ബാറുകളിൽ എത്ര രൂപയ്ക്ക് മദ്യം വിറ്റു എന്ന് കണക്കില്ല, കള്ളുഷാപ്പുകളിൽ എത്ര കള്ള് വിറ്റുപോയി എന്നുള്ളതിന്റെ കണക്കില്ല. അപ്പോൾ ഈ ഒരു കണക്ക് വെച്ചിട്ട് ഉത്രാട ദിവസം മാത്രം 126 കോടി 31 ലക്ഷം രൂപയുടെ വിറ്റുവരവാണ് ബെവ്കോയ്ക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു കണക്ക് വെച്ച് നമുക്ക് ബാറിലേക്ക് പോകാം. ഇത്രയും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ബാറുകളിൽ ഏകദേശം ഒരു 200-നും 300-നും ഇടയിൽ കോടി രൂപയുടെ മദ്യം വിറ്റു എന്ന് നമുക്ക് ഏകദേശം ഒന്ന് കണക്കാക്കാം. അതായത് ഉത്രാടത്ത നാളിൽ വിറ്റ മദ്യത്തിന്റെ ആ ഒരു തുക വെച്ചിട്ട് ഒരു ഏകദേശം കൂട്ടിയാൽ ഇത്രയും തുക വരും. 200 മുതൽ 300 കോടി വരെ നമുക്ക് താൽക്കാലികമായി കണക്ക് കൂട്ടാം, ഏകദേശ കണക്ക് കൂട്ടാം. പിന്നീട് കൺസ്യൂമർ ഫെഡിൽ എത്ര കോടി രൂപയുടെ മദ്യം ഓണത്തിന് വിറ്റു എന്നതിനെ സംബന്ധിച്ച് വ്യക്തതയില്ല. മാത്രമല്ല കൺസ്യൂമർ ഫെഡിന്റെ കണക്കുമല്ല. അത്തം മുതൽ തിരുവോണം വരെ കൺസ്യൂമർ ഫെഡ് മദ്യശാലകളിൽ എത്ര രൂപയ്ക്ക് മദ്യം വിറ്റു എന്നതിനെ കുറിച്ച് ഒഫീഷ്യലായിട്ട് ഇതുവരെയും കണക്ക് പുറത്തു വന്നിട്ടില്ല. വന്നിട്ടുള്ളത് ആദ്യം പറഞ്ഞതുപോലെ ബെവ്കോയുടെ മാത്രമാണ്. അപ്പോൾ കൺസ്യൂമർ ഫെഡിൽ എത്ര കോടി രൂപയുടെ മദ്യം വിറ്റു എന്നതിനെ കുറിച്ച് നമുക്ക് വ്യക്തതയില്ല. ഒരു പക്ഷേ ഒരു 100 മുതൽ 200 കോടി രൂപ വരെ എടുക്കാം. പിന്നീട് കള്ളുഷാപ്പിൽ എത്ര മദ്യം വിറ്റു എന്നതിനെ കുറിച്ചും വ്യക്തതയില്ല. അതിനെക്കുറിച്ചും കൃത്യമായ കണക്കുകൾ വന്നിട്ടില്ല. ഒരു 50 കോടി കൂട്ടിക്കൊടുക്കുക. അപ്പോൾ എന്ത് തന്നെയായാലും ഒരു 1000-നും 1500-നും ഇടയിൽ മലയാളി ഈ 10 ദിവസം കൊണ്ട് മദ്യപിച്ച് തീർത്തു എന്ന് പറയാം. കാരണം നമുക്കറിയാമല്ലോ, കേരളം വളരെ ചെറിയൊരു സ്റ്റേറ്റാണ്. വളരെ കുറഞ്ഞ ജനസംഖ്യ ഉള്ളതും അതേസമയം ആളുകൾ തിങ്ങിപ്പാർക്കുന്നതുമായിട്ടുള്ള ഒരു ഭൂപ്രദേശമാണ് കേരളം. അവിടെയാണ് ഇത്രയും കോടി, 1000-നും 1500-നും ഇടയിൽ ഒരു ഏകദേശ കണക്കാണ്. ബെവ്കോയുടെ മാത്രം കണക്കുകളെ ഔദ്യോഗികമായിട്ടുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ ഒരു സാങ്കല്പികമായി ഏകദേശ രൂപത്തിൽ പറഞ്ഞ കണക്കുകളാണ്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ചെറിയ പ്രദേശത്ത് 1000 മുതൽ 1500 കോടി രൂപയുടെ മദ്യം ഉത്രാടം മുതൽ തിരുവോണം വരെ മലയാളി കുടിച്ചു തീർത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ വലിയ അത്ഭുതമാണ് ഉണ്ടാകുന്നത്. അതിലെ ഒരു പക്ഷേ ഈ വർധനവിന് കാരണം തൂഫാൻ ഓപ്പറേഷൻ ആകാനുള്ള സാധ്യതയേറെയുണ്ട് എന്ന് പറയപ്പെടുന്നു. കാരണം രാസലഹരിയിലും കഞ്ചാവിലും മാത്രം അഭയം തേടിയിരുന്ന ഒരു വിഭാഗം, അത് യുവതലമുറ അടക്കമുള്ളവർ, അവർക്ക് ഈ കഞ്ചാവും രാസലഹരിയും തൂഫാൻ ഓപ്പറേഷനോടുകൂടി കിട്ടാതായി. അങ്ങനെ വന്നപ്പോൾ അവർക്കുള്ളൊരു ആശ്വാസം എന്ന നിലയിൽ മദ്യം തന്നെയാണ്. അങ്ങനെ അവർ മദ്യത്തിലേക്ക് തിരിഞ്ഞു. ഒരു പക്ഷേ ഈ വിറ്റുവരവിന്റെ ഒരു കാരണം അതായിരിക്കാം. ഈ തൂഫാനുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 10,000 അറസ്റ്റ് നടന്നല്ലോ. അപ്പോൾ ആ അറസ്റ്റുമായി ബന്ധപ്പെട്ട ആ കണ്ണിയിൽപ്പെടുന്ന, ആ നെറ്റ്വർക്കിൽ പെടുന്ന ലഹരി ഉപയോഗിക്കുന്നവർ, അവർക്ക് പരമ്പരാഗതമായി അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഈ കറുപ്പും ഹെറോയിനും അതേപോലെ MDMA അടക്കമുള്ള രാസലഹരികൾ കിട്ടാതായതോടുകൂടി അവർ മദ്യത്തിലേക്ക് തിരിഞ്ഞതാവാം ഒരു കാരണം, ഇത്രയും കുതിച്ചുയരാനുള്ള കാരണം. അപ്പൊ ഇനി വരാൻ പോകുന്നത് ക്രിസ്മസ് ആണ്. ഇപ്പോൾ ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ഒരു 4 മാസം ആവുമ്പോഴേക്കും ക്രിസ്മസ് വരുന്നു. അപ്പോൾ അവിടെയും ഇത്തരത്തിൽ സമാനമായ നിലയിലാണ് പലപ്പോഴും ബെവ്കോയുടെ മദ്യവിൽപ്പന. ഈ 2 സീസണാണല്ലോ മലയാളികൾ ഏറ്റവും കൂടുതൽ മദ്യപിക്കുന്നത്. ഓണത്തിനും ക്രിസ്മസിനുമാണ് മലയാളികൾ ഏറ്റവും കൂടുതൽ മദ്യപിക്കുന്നത്. അപ്പോൾ ഈ ഓണത്തിനേക്കാൾ കൂടുമോ കുറയുമോ ക്രിസ്മസിലുള്ള കുടി എന്ന് മാത്രമേ നമുക്ക് അറിയേണ്ടതുള്ളൂ. എന്തു തന്നെയായാലും മലയാളിയുടെ ഈ ഒരു മദ്യപാന ശീലം അങ്ങേയറ്റം അപകടകരമായി മാറിയിരിക്കുന്നു. മദ്യം എന്ന് പറയുന്നത് ശരീരത്തെ മാത്രമല്ല മനസ്സിനെയും തകർക്കുന്ന, തലച്ചോറിനെയും തകർക്കുന്ന
ഒരു പാനീയമാണ്, നമുക്കെല്ലാവർക്കും അറിയാം. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ് എന്നറിയാത്ത ഒരു മലയാളി പോലും ഉണ്ടാകില്ല. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മലയാളി മദ്യപിക്കുന്നത്. അപ്പോൾ മദ്യം ഒരു കാരണവശാലും നിരോധിക്കാനും കഴിയില്ല. കാരണം ലോകത്ത് പലയിടത്തും മദ്യ നിരോധനം പാളിപ്പോയ ചരിത്രമാണുള്ളത്. അമേരിക്കയിൽ മദ്യം നിരോധിച്ചപ്പോൾ അവിടെ സമാന്തരമായിട്ടുള്ള ഒരു അധോലോക വിഭാഗം തന്നെ രൂപപ്പെട്ടു. മദ്യം ബ്ലാക്ക് മാർക്കറ്റിൽ വിൽക്കുന്ന ഒരു അധോലോകം തന്നെ രൂപപ്പെട്ടു. മാത്രമല്ല മദ്യനിരോധനം ഉള്ള മേഖലകളെല്ലാം തന്നെ ഇത്തരത്തിലുള്ള അധോലോകത്തിന്റെ കയ്യിലാണ് മദ്യ വിപണനമുള്ളത്. അതുകൊണ്ട് മദ്യനിരോധനം പ്രായോഗികമല്ല. മറിച്ച് മദ്യനിരോധനം ഏർപ്പെടുത്തുന്നതിന് പകരം മദ്യത്തെക്കുറിച്ച് സ്വയം അവബോധം ഉണ്ടാക്കുക എന്ന് മാത്രമാണ് മദ്യത്തെ നിയന്ത്രിക്കാനുള്ള ഏക വഴി. മലയാളിയുടെ കുടി എന്ന് പറയുന്നത് യാതൊരു ബോധവും ഇല്ലാത്ത കുടിയാണ്. അങ്ങനെ വെള്ളം കുടിക്കുന്നത് പോലെ കുടിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് മലയാളിയുടെ മദ്യപാനത്തിൻ്റെ എത്രയും പെട്ടെന്ന് എത്രയും കൂടുതൽ കിക്ക് കിട്ടുക എന്നുള്ളൊരു സമവാക്യമാണ് ബഹുഭൂരിപക്ഷം മലയാളികളും മദ്യത്തിൻ്റെ കാര്യത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് കാത്തിരുന്ന് കാണാനുള്ളത് ക്രിസ്മസിലെ കണക്കാണ്. പക്ഷെ ഓണക്കാലത്തോളം വരില്ല ക്രിസ്മസ് എന്നുള്ള കാര്യം പഴയ കണക്കുകൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. എന്തു തന്നെയായാലും ഈ ഒരു കുടി മലയാളിയെ എവിടേക്ക് എത്തിക്കും? മലയാളിയുടെ മാനസിക ആരോഗ്യത്തിൻ്റെ തകർച്ചയിലേക്കും മലയാളിയുടെ ശാരീരിക ആരോഗ്യത്തിൻ്റെ തകർച്ചയിലേക്കും മാത്രമാണ് ഈ ഒരു മദ്യപാനം നയിക്കുന്നത്. മാത്രമല്ല സാമ്പത്തിക തകർച്ചയിലേക്കും മദ്യപാനം നയിക്കുന്നുണ്ട്. ഒരു ദിവസക്കൂലിക്കാരന് കിട്ടുന്ന തുകയുടെ പകുതിയോളം തുക അയാൾ മദ്യത്തിന് വേണ്ടി ചിലവഴിക്കുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ എത്ര ധനവാനായാലും ധനികനല്ല എങ്കിലും ഈ മദ്യത്തിന് വേണ്ടി വലിയൊരു തുക മാറ്റിവെക്കേണ്ടി വരുന്നു. അങ്ങനെ സ്വന്തം അധ്വാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ സമ്പാദ്യം പോലും നഷ്ടപ്പെടുന്ന ഒരു രീതി എത്രയോ പേർ അങ്ങനെ കുടിച്ച് നശിച്ചവരുണ്ട്. അപ്പോൾ ഡോക്ടർമാർ പറയുന്നത് ചെറിയ അളവിലായെങ്കിൽ പോലും വലിയ അളവിലായെങ്കിൽ പോലും മദ്യം എന്ന് പറയുന്നത് ശരീരത്തിനകത്ത് ചെന്നാൽ കൃത്യമായി തന്നെ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ കാർന്ന് തിന്നുന്ന ഒരു അർബുദമാണ്. അതുകൊണ്ട് സ്വയം നിയന്ത്രണം ഏർപ്പെടുത്തുക എന്നുള്ളതാണ് ഈ കാര്യത്തിൽ ചെയ്യാനുള്ളത്. അതേസമയം തന്നെ മദ്യനിരോധനം എന്ന് പറയുന്ന ആശയം പ്രായോഗികമല്ലതാനും. ഇപ്പോഴുള്ള സംവിധാനങ്ങൾ നല്ലതാണ്. ഒരു മദ്യപാനിയെ സംബന്ധിച്ച് അയാൾക്ക് മദ്യം അവൈലബിൾ ആണ്. പക്ഷേ അങ്ങനെയുള്ള ഒരു അവൈലബിലിറ്റി വരുമ്പോൾ അതിനെ എങ്ങനെ കൃത്യമായിട്ട് ഉപയോഗിക്കണം എന്ന് മാത്രമേ പഠിക്കേണ്ടതുള്ളൂ. മലയാളിക്ക് അത് അറിയാം, പക്ഷേ പ്രായോഗികമായി അത് നടപ്പിലാക്കുന്നില്ല എന്ന് മാത്രം. ചുരുക്കത്തിൽ ഈ ഓണക്കാലത്ത് ബെവ്കോയിൽ മാത്രം വിറ്റ കണക്കാണ് 771.9 കോടി. കൺസ്യൂമർ ഫെഡിലും കള്ളുഷാപ്പുകളിലും ബാറുകളിലും വിറ്റ മദ്യം കൂടി കണക്ക് കൂട്ടുമ്പോൾ ഏകദേശം ഒരു 1000-നും 1500 കോടിക്കും ഇടയിലാണ് ഈ 10 ദിവസം ചുരുങ്ങിയ കാലയളവിനുള്ളിൽ മലയാളി കുടിച്ചു തീർത്ത മദ്യത്തിന്റെ കണക്ക്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.